അനസ്തേഷ്യക്കിടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മരണപ്പെട്ട സിനീഷിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സബ് കളക്ടറും ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായത്. അനാസ്ഥ വരുത്തിയവർക്കെതിരെ വകുപ്പുതല അന്വേഷണം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് ബന്ധുക്കൾക്ക് സബ് കളക്ടർ ഉറപ്പു നൽകി. ഹെർണിയയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചാലക്കുടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സിനീഷിനെ അനസ്തേഷ്യ നൽകിയപ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. തുടർന്ന് ഹൃദയാഘാതത്തിനുള്ള അടിയന്തര ചികിത്സ നൽകിയെങ്കിലും അധികം വൈകാതെ നില ഗുരുതരമാവുകയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ആശുപത്രിയിൽ വെച്ച് വീണ്ടും ഹൃദയാഘാതം സംഭവിക്കുകയും മരണപ്പെടുകയും ചെയ്തു. അനസ്തേഷ്യയിലുണ്ടായ പാകപ്പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടന്നത്. ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ. DMO വന്ന ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായില്ല. ഉറപ്പുകൾ എഴുതി നൽകണമെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. എനിക്ക് കൃത്യമായ ഒരു തീരുമാനം കിട്ടാതെ അവന്റെ ബോഡി ഞാൻ കൈപ്പറ്റില്ല. അവര് തെളിവുകളൊന്നും ക്യാമ്പർ ചെയ്യാതെ അവരെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി പാർട്ടിക്കാർക്ക് പറയും കേട്ടോ. ഇവിടുത്തെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടുന്ന ഏർപ്പാട് എടുത്ത് പറഞ്ഞ ഏർപ്പാടാക്കാം. തുടർന്ന് സബ് കളക്ടർ അഖിൽ മേനോനെത്തി കുടുംബവുമായി ചർച്ച നടത്തി. ചികിത്സയിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ വകുപ്പുതല നടപടികൾ ഇന്നു തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായത്. ഫാമിലിയുടെ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് നമുക്ക് ഇന്ന് തന്നെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു ഡിമാൻഡ് നമ്മൾ പൂർണ്ണമായിട്ടും അഡ്ഹിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു തീരുമാനം DMOന്റെ തലത്തിലുണ്ടായിട്ടുണ്ട്. കളക്ടറുടെ ഉറപ്പിന്മേൽ വിശ്വാസമുണ്ടെന്നും മൃതദേഹം സ്വീകരിക്കുകയാണെന്നും ബന്ധുക്കൾ അറിയിച്ചു. തീരുമാനം അംഗീകരിക്കുകയാണ്. കളക്ടറെ നമുക്ക് വിശ്വസിക്കുകയാണ്. ഉള്ള വാക്കുകൾ വിശ്വസിക്കണം. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. അമൃത ന്യൂസ്, തൃശൂർ.